BJP നേതാവ് ശ്രീ കെ സോമനിലേക്ക്. ശ്രീ കെ സോമൻ, 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആശാ വർക്കർമാർക്കുള്ള ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്ന അടക്കം ഇപ്പോൾ നാം ഇൻട്രോയ്ക്ക് മുമ്പ് കേട്ടതുപോലെ വി ശിവദാസ് MP അടക്കം ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ളവർ രാജ്യസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇടതെമ്പിമാർ രാജ്യത്തുയർത്തുന്ന കാര്യങ്ങൾ അടക്കം കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിക്കുന്ന അവസ്ഥ. 1. 2, നോക്കുകൂലിയുടെ പേരിൽ ഇന്നലെ കേരളത്തെ അപമാനിച്ച നിർമ്മലാ സീതാരാമൻ്റെ നടപടി. ഇതൊക്കെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഒരു കേരളീയനായ മലയാളിയായ BJP നേതാവിനോടാണ് എൻ്റെ ചോദ്യം. കെ സോമൻ. ബഹുമാനപ്പെട്ട അജിംഷാദേ, ആശാ വർക്കർമാരുടെ സമരം ഇന്നൊരു ചർച്ച നടന്നപ്പോൾ ആശാ വർക്കർമാർ പറഞ്ഞത് എന്താണെന്ന് കേരളം കേട്ടല്ലോ. എന്താ പറഞ്ഞത്? ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട സമരം ആരംഭിക്കുന്നത് ഫെബ്രുവരി മാസം 10-ാം തീയതിയാണ്. അല്ല, ഫെബ്രുവരി 10-ന് ആരംഭിച്ച സമരം. ആശാ വർക്കർമാരെല്ലാവരും അല്ല, വളരെ നെഗ്ലിജിബിൾ മൈനോറിറ്റി എന്ന് പറയുന്നത് ചെറിയ കുറച്ച് പേരേ ഉള്ളൂ. കൂടുതൽ പേർ കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം ചെയ്യുന്നത്. അതവിടെ നിൽക്കട്ടെ, പറയൂ. അല്ല, CPM ഭരിക്കുന്ന കേരളത്തിൽ സമരത്തിന് ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഇനിയിപ്പോ സമരം ചെയ്യുമ്പോൾ ഭൂരിപക്ഷ സമരം ന്യൂനപക്ഷ സമരം എന്ന് നമുക്ക് തരംതിരിക്കേണ്ടി വരും. സമരത്തിന് അങ്ങനെയൊന്നും ഇല്ലാന്നേ. സമരത്തിന് ജീവൽഗന്ധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് അവർ. പക്ഷേ പറഞ്ഞ ഒരു കാര്യം കൂടി പ്രശ്നം, ഇവിടെ സുരേഷ് ഗോപി വന്ന് ഷോ കാണിക്കരുത്, മറിച്ച് ഉത്തരവുമായിട്ടാണ് വരേണ്ടത് എന്ന് സുരേഷ് ഗോപിയോട് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത്, എനിക്ക് മരത്തിൽ കുലുക്കിയിടുന്ന ഉത്തരവ് കുലുക്കിയിടുന്ന മരമൊന്നുമില്ല എന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. അതുകൂടി ചേർത്ത് പറയണം. പറഞ്ഞോളൂ, തുടർന്നോളൂ ശ്രീ കെ സോമൻ. സുരേഷ് ഗോപി അവിടെ ഉത്തരവുമായി ചെല്ലാൻ പറഞ്ഞത് അഞ്ചാമത്തെ തവണയാണ് ജിംഷാദേ. 5-ാമത്തെ തവണ അവിടെ ചെല്ലുമ്പോഴാണ് സുരേഷ് ഗോപിയോട് ഇനി ഉത്തരവായി വരണമെന്ന് പറയുന്നത്. ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഈ സമരം നടത്തുമ്പോ മുഖ്യമന്ത്രിയുടെ കണ്ണടയ്ക്ക് കാഴ്ചയില്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കണ്ണിന് കാഴ്ചയില്ലേ? അദ്ദേഹത്തിന്റെ കണ്ണടയ്ക്ക് ഈ കാഴ്ച കാണാൻ കഴിയുന്നില്ലേ? കേരളത്തിന്റെ തൊഴിൽ മന്ത്രി എന്താണ് ഈ സഹോദരിമാരുടെ സമരം കാണാതെ പോകുന്നത്? കേരളത്തിന്റെ ആരോഗ്യമന്ത്രി എന്താണ് ഇവരെ കാണാതെ പോകുന്നത്? നമ്പർ 1 ആരോഗ്യ കേരളത്തിന്റെ നേരവകാശി ആരാണ്? അത് ഈ ആശാ വർക്കർമാരാണ്. അവരുന്നയിച്ച വിഷയത്തെ സംബന്ധിച്ച് ന്യായമായ ഒരു ചർച്ചയ്ക്ക് ഇടതുപക്ഷ സ്വഭാവമുള്ള സർക്കാർ തയ്യാറാവണ്ടേ? ആ തയ്യാറാവാത്തതിനെ സംബന്ധിച്ചാണല്ലോ അവരിന്ന് പറഞ്ഞിട്ടുള്ളത്. അവരിന്ന് നിങ്ങളുടെ ചർച്ചയിൽ എന്താണ് പറഞ്ഞത്? ആ ചർച്ചയല്ല, ഞങ്ങൾക്ക് ഉന്നയിച്ചിട്ടുള്ള വേതനം കിട്ടണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ദിവസ വേതനമായിട്ടുള്ള 700 രൂപ തരണം, മാസം 21,000 രൂപ തരണം, ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് ആനുകൂല്യം തരണം. ഈ നിലയിലുള്ള കാര്യങ്ങളാണ് ആശാ വർക്കർമാർ പറഞ്ഞതെന്ന് ഇന്ന് കേരളം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഇവർ സമരം ആരംഭിച്ചതിന് ശേഷം അവർക്ക് കൊടുക്കാനുണ്ടായിരുന്ന ആനുകൂല്യം കൊടുത്തല്ലോ. അപ്പൊ കേന്ദ്രം കൊടുക്കാഞ്ഞിട്ടാണോ? കേന്ദ്രം കൊടുത്ത തുക അവർക്ക് കൊടുക്കാൻ സംസ്ഥാനത്തിന്റെ കയ്യിൽ പണമില്ലാതെ വൈകിപ്പിച്ചപ്പോ അവർ സമരത്തിന് വന്നു. ആ സമരം ശക്തിപ്പെട്ടു വന്നു. കേരളത്തിന്റെ മനസാക്ഷി മുഴുവൻ ആശാവർക്കർമാരുടെ ഒപ്പമായി. 13,000 രൂപ കേരളത്തിൽ ലഭിക്കുന്ന രാജ്യത്ത് ലഭിക്കുന്ന ഏക ആശാവർക്കർമാർ കേരളത്തിലാണ്. സോമൻ, നിങ്ങൾ കുടിശ്ശികയാണ്, 800 കോടിയോളം രൂപ കുടിശ്ശികയാണ് വരുത്തിയിട്ടുള്ളത്. അജിംഷാദേ, ഇത് കിട്ടുന്നില്ല. ലോക്സഭയില് രാജ്യത്തിന്റെ ആരോഗ്യമന്ത്രി പറഞ്ഞല്ലോ, പാർലമെന്റിൽ കളവ് പറയാൻ പറ്റുമോ? ഈ സംസ്ഥാനത്ത് BJP വിരുദ്ധതയുള്ള 19ഓളം MP-മാരുണ്ടല്ലോ. കേന്ദ്ര ആരോഗ്യമന്ത്രി ഇവിടേക്കൊന്നും തരാനില്ല ഇതുമായി ബന്ധപ്പെട്ട് എന്ന് അസന്നിഗ്ധമായി ഉറക്കെ പറഞ്ഞത് ഭാഷ മനസ്സിലാവാത്ത കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ എന്താണത് കളവാണ് പറഞ്ഞത്? അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയത് അത് തെറ്റായതുകൊണ്ടല്ലേ? നിങ്ങൾ 13,000 രൂപ കൊടുക്കുന്നു. തെറ്റായതുകൊണ്ടല്ലേ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയത്? കള്ളത്തരമായതുകൊണ്ടാണ്. അതിന്റെ മറുപടി വരട്ടെന്ന്. അതിന്റെ മറുപടി അജിംഷാദേ വരട്ടെ. ആശാ വർക്കർമാർ ഏതായാലും ഈ സർക്കാരിന്റെയും അങ്ങയുടെയും അവകാശവാദം അംഗീകരിക്കുന്നില്ല. 13,000 രൂപ അവർക്ക് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ആശാ വർക്കർമാരിൽ ബഹുഭൂരിപക്ഷം വരുന്നവർ 99% വരുന്നവരും
കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിരാസത്തിനെതിരെയാണ് സമരം ചെയ്യുന്നത്. സമരം ചെയ്തത് CITUവും AITUC അടക്കമുള്ള എല്ലാവിധ ട്രേഡ് യൂണിയൻ സംഘടനകളും അതുമായാണ് യോജിക്കുന്നത്. INTUC നേതാവ് അടക്കം പറഞ്ഞ കാര്യം കേന്ദ്രത്തിനെതിരെയാണ്. ആശാവർക്കർമാരുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും കോൺഗ്രസ് അനുകൂല ട്രേഡ് യൂണിയൻ സംഘടനയായ INTUC നേതാവ് R ചന്ദ്രശേഖരനടക്കം. ഇനി പറയൂ സോമൻ. ശ്രീ അജിംഷാദെ, അങ്ങനെയാണെങ്കിൽ CITU നേതാക്കന്മാർ എന്തിനാണ് ഈ ആശാ വർക്കർമാരുടെ തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തെ അവഹേളിച്ചത്? എന്തിനാണ് സമരത്തെ പരിഹസിച്ചത്? അവഹേളിച്ചു ആ സഹോദരിമാരെ സഹോദരിമാരോട് പറഞ്ഞത് യഥാർത്ഥ ഇതിന്റെ കാരണക്കാരായ യഥാർത്ഥ രാവണന്മാരായ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിൽ പോയി സമരം ചെയ്യുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ അവരെ ആക്ഷേപിച്ചതല്ല. അവർക്ക് ഇപ്പോഴും ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്ന നിലപാടിൽ തന്നെയാണ്. അത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് അടക്കമുള്ള കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഇടതുപക്ഷം. അതാണ് ഇന്ന് V ശിവദാസ MP രാജ്യസഭയിൽ ഉയർത്തിക്കാട്ടിയതും. അദ്ദേഹത്തിലേക്ക് തന്നെ പോകാം. അദ്ദേഹം നമ്മുടെ ചർച്ചയിലുണ്ടല്ലോ. അദ്ദേഹത്തിലേക്ക് തന്നെ പോകാം. കെ സോമൻ, ദയവായി തുടരൂ.